ഹായ്, നമസ്കാരം. ഇക്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പല്ലാവൂരിനടുത്തുള്ള വാമലയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ മല. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ധാരാളം വെഡ്ഡിങ് മൊമെൻറ്റ്സ് എല്ലാം സേവ് ദ ഡേറ്റ് ഉൾപ്പെടെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഞാൻ ഇരിക്കുന്ന ഈ ഒരു സ്പോട്ടിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും. നമ്മുടെ പുതിയ സിനിമയായ വിനീത് ശ്രീനിവാസൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഹൃദയം. ആ ഹൃദയത്തിലെ ഹൃദയഹാരിയായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലത്താണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വാമലയുടെ മുകളിൽ നിന്ന് കാണാം. ഞങ്ങളൊക്കെ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോഴും ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇവിടെ വന്ന ഒരു സായാഹ്നം ചിലവഴിക്കാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. മൊത്തത്തിൽ നമുക്ക് പരിസരത്ത് നല്ല ഒരുപാട് വ്യൂസ് കാണാനും വേണ്ടി. പുതിയ അറിവൊന്നുമല്ല, പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലിന് നമ്മുടെ നാട്ടിലെ വാമലയിൽ നിന്ന് തുടങ്ങണമെന്ന് തോന്നി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലവും ഈ വാമലയുടെ മുകളിലുള്ള അമ്പലവും ഒക്കെ എല്ലാ ആളുകൾക്കും സുപരിചിതമാണ്. കാരണം ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാമലയിലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു പൂജാരിയുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ മണികണ്ഠ സ്വാമിയുണ്ട്, ഇവിടുത്തെ പൂജാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനുണ്ട്. മാത്രമല്ല ഒരു സസ്പെൻസ് കൂടി ഉണ്ട്. ഹൃദയം സിനിമയിലെ താലി കെട്ടാൻ അവർക്ക് പൂജാരിയായിട്ട് പൂജ ചെയ്ത് എടുത്തു കൊടുക്കുന്ന ഒരു അവസരം കൂടെ മണികണ്ഠേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം മണികണ്ഠേട്ടൻ ചേരും. മംഗളശ്ശേരി ദിലീപിൻ്റെ പടം ഫസ്റ്റ്, സെക്കൻഡ് വന്ന് വീരാതിപ്പട്ട്, പൃഥ്വിരാജ്, മുരളി, ജഗദീഷ്. തേർഡ് പടം വന്നിട്ട് പുള്ളിമൻ, കലാഭവൻ, ഫോർത്ത് കുഞ്ചാക്കോ ബോബൻ, പിന്നെ ജയസൂര്യ. ഇതൊക്കെ അഭിനയിച്ചിട്ട് പടം എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുഞ്ഞിരാമായണം ഇദ്ദേഹത്തിന് അഭിനയിച്ചിട്ടുണ്ട് പൂജാരിയായിട്ട്. സ്ഥലങ്ങൾ അനുബന്ധ കൽപ്പാദം, നന്നങ്ങാടി, ബാക്കിൽ കൊക്കർണി, ഇതൊക്കെ സ്ഥലങ്ങൾ. നമുക്കിനി സ്വാമി പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അമ്പലത്തിൻ്റെ ചുറ്റും അത് ഫുള്ളായി ഒന്ന് കണ്ടിട്ട് വരാം. കിഴക്ക് ഭാഗത്തായിട്ട് അമ്പലത്തിൻ്റെ നേര് പുറകിലായിട്ട് ഒരു കുളമുണ്ട്. ഇതിപ്പോൾ നല്ല വേനൽക്കാലത്ത് ഷൂട്ട് ചെയ്യണമുണ്ട്. ഒരു തുള്ളി വെള്ളമില്ല. സാധാരണ സമയത്ത് മഴയുള്ള സമയത്തൊക്കെ ധാരാളം മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭരണി കൂടെയാണിത്. അപ്പോൾ ആ സമയത്ത് വന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ ധാരാളം ആളുകളുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ, ഒരു സായാഹ്നം ചിലവഴിക്കാനൊക്കെ, ഇത് നോക്കി നിൽക്കാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഇപ്പം അത് വറ്റിയത് കൊണ്ട് അതിൻ്റെതായ ഭംഗി ഇത്തിരി കുറവുണ്ട്. കിഴക്ക് വശത്ത് ഇനിയൊരു കാഴ്ച കൂടിയുണ്ട്. പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു വാട്ടർ ടാങ്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് പ്രകാശ് ഏട്ടൻ സംസാരിക്കും. മലൻ്റെ ഈ കിഴക്ക് വശത്ത് ഇപ്പോൾ പുതിയതായിട്ടൊരു കുടിവെള്ള പദ്ധതി എന്നും പറഞ്ഞ് പോത്തുണ്ടി കുടിവെള്ള പദ്ധതിയായിട്ട് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ഉയർന്ന 4 പഞ്ചായത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കാണ്. അതിൻ്റെ ഫില്ലർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫില്ലർ വർക്ക് കഴിഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് കുറച്ച് ദിവസത്തിനകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വാമല മുഴുവനായിട്ട് ചുറ്റിക്കണ്ടു. ഇപ്പോൾ പ്രകാശേട്ടൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദിനം പ്രതി ഇവിടെ വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ കൊറോണ സമയത്ത് ഏറ്റവും അടുത്ത് വന്ന്
ഒരു സമയം ചെലവഴിക്കാനുള്ള, ഒരു സായാഹ്നം ചെലവഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വാമലയിലുള്ളത്. അപ്പോൾ ഈ വാമലയിലേക്ക് വരാനുള്ള വഴി മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സ്ഥലം അറിയാണ്ട് കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ 2 പോയിൻ്റാണ്. കുനിശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കുനിശ്ശേരിയിൽ നിന്ന് പല്ലാവൂർ റോഡിലേക്ക് ഒരു 3 കിലോമീറ്റർ വന്ന് വാമല ചോദിച്ച് വന്നാൽ മതിയാവും. അതല്ല പാലക്കാട് ഭാഗത്തുനിന്ന് പല്ലാവൂർ വഴി വരികയാണെങ്കിൽ പല്ലാവൂർ ചിന്മയ സ്കൂൾ എന്ന സ്ഥലം നാവിഗേഷൻ ഇട്ടിട്ട് ചിന്മയ സ്കൂളിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് 1 കിലോമീറ്ററാണ് വാമലയിലേക്ക് വരേണ്ട ദൂരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹൃദയം സിനിമയിൽ ഷൂട്ട് ചെയ്ത അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് യാത്രയാവും. വരും. ഹൃദയം സിനിമയുടെ മറ്റൊരു ലൊക്കേഷനായ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ആ സിനിമയിലെ വലിയൊരു ഹൃദയസ്പർശിയായ ഒരു രംഗം കൂടെയാണ് വിജയരാഘവനും അതുപോലെ പ്രണവ് മോഹൻലാലും തമ്മിൽ ഹഗ് ചെയ്യുന്ന ഒരു സീൻ. അത് കാണുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് കണ്ണിലൂടെ വെള്ളം വന്നില്ലെങ്കിൽ അതിശയം. മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത, വളരെ ഗ്രാമീണ പ്രദേശത്താണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. പ്ലാറ്റ്ഫോമിൽ തന്നെ ധാരാളം മരങ്ങളൊക്കെ കാണാം. നല്ല വള്ളികൾ തൂങ്ങിക്കിടക്കുന്ന തരത്തിൽ ധാരാളം നല്ല രസമുള്ള കാഴ്ചയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. അധികം ആളുകളൊന്നും യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകളൊന്നും ഈ വഴിക്കില്ല. ഈ വള്ളികൾ കാണുമ്പോൾ നല്ല രസകരമായിട്ടുണ്ട്. വെട്ടം സിനിമയിലെ ഒരുപാട് കോമഡി സീനുകൾ നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരികയാണ്. ഹൃദയം സിനിമയിലൂടെ നാം കണ്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, മുതലമടയിൽ നിന്നും കൊല്ലംകോട്ടിലേക്ക്. നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കടയിലാണ്. ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നന്മ മാത്രം വിളമ്പി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്ന പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അയ്യപ്പേട്ടൻ്റെ ചായക്കടയിലാണ്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നല്ലൊരു ഭക്ഷണവും കഴിക്കാം. നല്ല തിരക്കാണ്, തിരക്കിനിടയിൽ നമുക്ക് അദ്ദേഹമായിട്ട് ഒന്നിരിക്കാം. ഇവിടെ നമസ്കാരം. ഞങ്ങൾ ഇക്കൂത്ത് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. അപ്പോൾ ഇന്ന് ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഈ ഹൃദയം സിനിമ കണ്ട് അതിൽ ഏറ്റവും പ്രത്യേകമായി കാണുന്നത് അയ്യപ്പേട്ടൻ്റെ ഈ ഹോട്ടലും ഈ വിശേഷങ്ങളും ഭക്ഷണത്തിൻ്റെ സ്വാദുമൊക്കെയാണ്. എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയണം, അല്ലേ? അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല മനസ്സ്, അതുപോലെ തന്നെ വിനീതേട്ടൻ്റെ ഒരു നല്ല മനസ്സ്, രണ്ടും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പേട്ടനെ ഒന്ന് കാണണം, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. പടവീറ്റ് അതോടൊപ്പം, പക്ഷെ കട ഇത്ര എങ്ങനെ എന്തിനു പറ്റുന്നുള്ളതിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചില്ല. പല ഭാഗത്തുനിന്നും വിളിച്ചിട്ടും വിളിക്കാതെയും അന്വേഷിച്ചിട്ടും ഒക്കെ വന്ന് കുറേ വരുന്നുണ്ട്. അവർ ഭക്ഷണത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർ ചിലവരെ നിരാശരായി മടക്കി അയക്കാൻ ചെറിയൊരു തികയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ
പുറത്ത് നിൽക്കുന്നുണ്ട്. ഭക്ഷണം ഈ പറയുന്ന പോലെയൊക്കെ അടിപൊളിയാണ്. ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയാണ്, അവിടെ ദോശയും ചിക്കൻ കറിയാണ് കയ്യപ്പാട്ടം കഴിക്കുന്നത്. എന്തായാലും കഴിച്ച ആളുകളൊക്കെ അവരുടെ ഫാമിലിയിലെ മുഴുവൻ ഓർഡറും ഇവിടെ കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ 28 മുതൽ ബർത്ത്ഡേ മുതൽ കല്യാണ ഓർഡറുകൾ വരെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് കയ്യപ്പാട്ടം പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. തീരാ നഷ്ടങ്ങൾ സമ്മാനിച്ച വർഷത്തിൽ ഒരു പിടി മായാ നിമിഷങ്ങൾ സമ്മാനിച്ച ഹൃദയം സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇക്കൂസ് വേൾഡിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ യാത്രകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി നമുക്ക് ഒരുമിക്കാം. ബൈ.